ആരാധി എന്ന് പറയാം. ശ്രീനിവാസ പോലെ കോമ്പിനേഷൻ കൂടെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ്, സെക്കൻഡ് ഹാഫ് മാസാണ്. മ്യൂസിക് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു മൂവിയാണ്. എല്ലാം ക്ലാസ് മാസം എല്ലാം ഉണ്ട്. നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം നിവിൻ പോളി ശക്തമായ തിരിച്ചുവരവാണ്. പിന്നെ ഈ കോമ്പിനേഷൻ കണ്ട മോഹൻലാൽ ശ്രീനിവാസ പോലെ പ്രണവ് നമ്മൾ ലാലേട്ടനോട് പ്രവർത്തനത്തിൽ പ്രണവും നിവിൻ പോളി ആറാടി നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവ്. ഇതിലൊരു പൊൻതോലും കൂടിയാണ്. ആറാടി എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫ് ആയിരുന്നു പുള്ളി വരുന്നത്. സെക്കൻഡ് ഹാഫ് തൊട്ട് പുള്ളി വടക്കൻ സെൽഫിയിലെ ഉമേഷിനെ തന്നെയാണ് കണ്ടത് വീണ്ടും. ഇത് വേറെ ലെവലായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര തമാശയായിരുന്നു. പുള്ളിക്കാരും വരുന്ന സീൻ മൊത്തം ഭയങ്കര കോമഡി. നിവിൻ പോളിയാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചത്. അതൊക്കെ പറയുന്നുണ്ട്. കണ്ടിട്ട് പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ. അച്ഛന്മാരുടെ മക്കൾ അതുപോലെ അഭിനയിച്ച് ഞങ്ങളും പിന്നിലല്ലാന്ന് കാണിച്ചു. എല്ലാവരും അടിപൊളി ഒത്തിറങ്ങിയ സിനിമ. നടന്മാരുടെ മക്കളെല്ലാം ഒന്നിച്ച് തന്ന സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒക്കെ നന്നായി. ഇതുപോലത്തെ നല്ല സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നു. ഇവർ തന്നെ ടീം എടുത്തിട്ട് ഇതുപോലെ നല്ല നല്ല സിനിമകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം. നിവിൻ പോളി ആയാലും പ്രണവായാലും ധ്യാൻ ചേട്ടനായാലും വിനീതനായാലും എല്ലാവരും കിടലൻ വർക്കാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം. പുതിയ മ്യൂസിക് ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ വർക്കും അടിപൊളിയാണ്. ഒരുപാടധികം സ്റ്റാർസ് ഉള്ളൊരു പടമാണ്. എന്താ പറയുക, കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുന്ന ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടമായി. കിടലിനാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അടിപൊളിയാണ്.